നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. നമുക്കിപ്പോൾ ഇവിടെ 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ രീതിയിലുള്ള നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധാരണ രീതിയിലുള്ളൊരു 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, പിന്നെ മുട്ട ബീറ്റ് ചെയ്തത്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കോൺഫ്ലവർ, അരിപ്പൊടി, ഉപ്പ്, മൈദ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ അല്പം ചാറ്റ് മസാല. അത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് മിക്സ് ചെയ്യാം. അതിലേക്ക് കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ 1.5 സ്പൂൺ, ഒരു നാരങ്ങയുടെ ജ്യൂസ്, ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ഇഞ്ചി പേസ്റ്റ് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ, മുട്ട ഒരു മുട്ടയുടെ പകുതി മതിയാവും. കോൺഫ്ലവർ ഒരു 1/2 ടേബിൾ സ്പൂണ്, അതുപോലെ മൈദ 1 ടേബിൾ സ്പൂണ്, അരിപ്പൊടി സാധാരണ എല്ലായിടത്തും ചേർക്കത്തില്ല. അരിപ്പൊടി ചേർക്കുന്നത് വെച്ചാൽ ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. അവസാനം ഇച്ചിരി ചാറ്റ് മസാല ഇട്ട് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ടാണ് എണ്ണയിൽ ഇടാവുള്ളൂ, അല്ലെങ്കിൽ മസാല ഒന്നും അതിനകത്ത് പിടിക്കത്തില്ല. ഈ മസാല സെറ്റ് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഒരു കിലോ ചിക്കന് ഒരു 1/2 പാക്കറ്റ്, അതായത് 1/2 കിലോ വരും സൺഫ്ലവർ ഓയിൽ. എണ്ണ നല്ലപോലെ ചൂടായിട്ട്, ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഓരോ പീസായിട്ട് വേണം ഇട്ട് കൊടുക്കുക. അഞ്ച് 6 പീസൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ തന്നെ ഇളക്കരുത്. ഇച്ചിരി ശകലമൊന്ന് മൂത്തതിന് ശേഷം ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ മസാല എല്ലാം കൂടെ പൊടിഞ്ഞെണ്ണയ്ക്കകത്ത് കലങ്ങിപ്പോവും. അവിടെ ഇട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാവുള്ളൂ.
നമുക്ക് പതുക്കൊന്ന് അടിക്ക് ചെന്ന് ഒട്ടിപ്പിടിക്കാതെ. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും തിരിച്ചിട്ട് അപ്പോൾ അവിടെ ചിക്കൻ 65 ഏതാണ്ട് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട്. നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. മൊരിഞ്ഞ് ഇട്ടിട്ടുണ്ട്.